ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊറോട്ട അല്ലെങ്കിൽ ചപ്പാത്തിയൊക്കെ ബാക്കി വന്നാൽ അത് വെച്ച് നമുക്ക് നെക്സ്റ്റ് ഡേ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഒരു ഈവനിങ് സ്നാക്ക് ഒക്കെ പോലെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. ആദ്യം ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിനകത്തേക്ക് കുറച്ചൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിവിടെ ഒരു 1 സവാള അത് അല്ലെങ്കിൽ ഒണിയൻ അത് ഞാൻ ചെറുതാക്കി അരിഞ്ഞു കൊടുത്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒന്ന് സോട്ട് ചെയ്ത് വരട്ടെ. അപ്പോൾ അതിന് വേണ്ടി കുറച്ചൊരു സോൾട്ട് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അതൊന്ന് സോട്ടായി വരും. അപ്പോൾ കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് നമുക്ക് ഈ ഉള്ളി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ ഒന്ന് സോട്ടായി വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു സമയത്ത് നമുക്കിവിടെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, ഒരു 1 ടീസ്പൂൺ ഞാനിവിടെ ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്, കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമലായിട്ടുള്ള ചില്ലി പൗഡർ എടുക്കും. ഞാനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് അധികം എരിവ് കുട്ടികളൊക്കെ അധികം എരിവ് കഴിക്കില്ല, അപ്പോൾ അത് കാരണമാണ് കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതൊന്ന് പച്ചമണം മാറി വന്ന് ഞാൻ 2 പൊറോട്ട ഇതുപോലെ ക്യൂബ്സായി കട്ട് ചെയ്ത് ഞാനതും ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഒന്ന് മിക്സായി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് സൈഡിലേക്ക് മാറ്റി വെച്ച് ഒരു 2 എഗ്ഗ് സൈഡിൽ നമുക്കിതൊന്ന് പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ അതാ ഞാനിവിടെ 2 എഗ്ഗ് എടുത്തിട്ടുള്ളത്, 2 പൊറോട്ട ആ ഒരു അളവിനാണ് ഞാനിവിടെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാ 2 എഗ്ഗ് ഇതൊന്ന് ജസ്റ്റ് സൈഡിൽ ഇങ്ങനെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതിങ്ങനെ ഒന്നങ്ങ് കുക്കായി വരുമ്പോൾ ആ പൊറോട്ട സൈഡിൽ നിന്ന് ഇങ്ങനെ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് ഞാനിതാ കുറേശ്ശെ ആ സൈഡിൽ നിന്ന് പൊറോട്ടേനെ ചേർത്ത് മിക്സാക്കി കൊണ്ടുവരുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കൊത്തു പൊറോട്ട. എൻ്റെ ഹോസ്റ്റൽ മെമ്മറീസൊക്കെ എനിക്ക് തിരിച്ചു വരുന്നുണ്ട്. കാരണം ഞാനത് ഹോസ്റ്റലിൽ നിന്നാണ് ഞാനത് ആദ്യമായിട്ട് കഴിച്ചിട്ടുള്ളത്. തലേ ദിവസത്തെ പൊറോട്ട ബാക്കിയുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾക്കിതുപോലെ കൊത്തു പൊറോട്ട കിട്ടും. അപ്പോൾ അതിന് ക്യൂ ആണ്, സാധനം കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പം ആദ്യം വരുന്നവർക്ക് ആദ്യം അങ്ങനെ. അപ്പോൾ ഇതുപോലെ നമുക്കൊന്നിങ്ങനെ കുത്തി കൊടുക്കണം. അപ്പോൾ ഇത് നന്നായി ഇതുപോലെ ചെയ്യുമ്പോൾ നല്ലോണം മിക്സായി വരും. അപ്പം ഇതാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി. അപ്പോൾ ഞാൻ പിന്നെ ഇന്നലത്തെ ബാക്കി വന്ന ബീഫ് കറി ഉണ്ടായിരുന്നു, അപ്പോൾ ആ ഒരു ഗ്രേവിയുടെ ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് കൂടും കേട്ടോ. ബീഫോ ചിക്കനോ എന്തെങ്കിലും ഗ്രേവി ബാക്കി ഉണ്ടെങ്കിൽ അതുകൂടെ മിക്സ് ചെയ്താൽ ഇതിനൊരു ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് നന്നായി ഒന്ന് കുത്തി മിക്സ് ചെയ്ത് മല്ലിയിലയും ചേർത്ത് സെർവ് ചെയ്യാം. നല്ല അടിപൊളി സാധനമാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ബ്രേക്ക്ഫാസ്റ്റിനായിരുന്നു ഞങ്ങൾക്ക്, കണ്ടോ നല്ല ചൂട് ചായയും കൊത്തു പൊറോട്ടയും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം. അപ്പം പിന്നൊരു ദിവസം മറ്റൊരു റെസിപ്പിയുമായി വരാം. ബൈ, സി യു.